ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ഫിറ്റ്നസ് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ ജിമ്മിൽ പോകുന്നവരുണ്ട്, അതല്ല ഡമ്പലൊക്കെ വെച്ചിട്ട് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരിൽ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിപ്പം പലരുടെയും ആഗ്രഹമാണ്, ഇപ്പം യുവാക്കളുടെയൊക്കെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ഇപ്പം മസിൽ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പം അത് പ്രകാരമാണ് നമ്മൾ ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഈ മസിൽ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് നടന്നിട്ട് അവസാനം നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് നമ്മൾ ദിവസേന ഒരു മസിൽ ഗ്രൂപ്പിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുള്ള ഒരു രീതി. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദിവസേന വന്നിട്ട് ഈ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിന് തന്നെ ബൈസെപ്സിന് ദിവസേന വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിന് തന്നെ ആപ്സ് 6 പാക്ക് ആപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആപ്സിന് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദിവസേന പുഷപ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 100-150 പുഷപ്സൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്, ചെസ്റ്റ് അടിപൊളിയാകുമെന്നും പറഞ്ഞിട്ട്. അപ്പം ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഡെയിലി കിടന്നിട്ട് ദിവസേന കിടന്നിട്ട് നമ്മൾക്ക് 6 പാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വയറിന് വർക്കൗട്ട് ചെയ്താലും, നമുക്ക് വലിയൊരു ചെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്താലും, ബൈസെപ്സ് ഉരുട്ടിയെടുക്കണം വലുതാക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ ബൈസെപ്സിനിട്ട് വർക്കൗട്ട് ചെയ്താലും ഒരിക്കലും നമ്മുടെ മസിൽസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. അത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, കാരണം വെച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ ഒരു മസിൽസിൻ്റെ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു മസിൽ ഗ്രൂപ്പിനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ചെസ്റ്റിന് ഇന്നത്തെ ദിവസം വർക്കൗട്ട് ചെയ്തു, ഇപ്പം നിങ്ങൾ ദിവസേന വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് കൂട്ടിക്കൊള്ളുക. ഓക്കെ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ നിങ്ങൾ ചെസ്റ്റ് മസിലിനായിട്ട് നിങ്ങൾ പുഷപ്സ് ചെയ്യുകയാണ്. ഓക്കെ, ഈ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽസ് ഡാമേജ് ആവുകയാണ്, റിപ്പയർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് വീണ്ടും പുതിയതായിട്ട് ഒരു റീജനറേഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 24 മണിക്കൂറെങ്കിലും നമുക്ക് കുറഞ്ഞതിന് കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു മസിൽ ഗ്രൂപ്പിന്. ഓക്കെ, കാരണം നമ്മുടെ ചെസ്റ്റ് നമ്മളിപ്പം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിറ്റേ ദിവസം ആകുമ്പം ആ ഒരു മസിൽ ഭാഗത്തായിട്ട് നല്ലൊരു പെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ പെയിൻ ഉണ്ടാവുന്നതന്നെ നമ്മൾ ആ ഒരു വർക്കൗട്ട് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു മസിൽ സോർനെസ് ആണത്, ഒരു പെയിനാണ്, അതൊരു സുഖകരമായിട്ടുള്ള വേദന തന്നെയാണ്. ഓക്കെ, അപ്പം ഈ വേദന അവഗണിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ അത് കണക്ക് തന്നെ പുഷപ്പ് അടിക്കാനായിട്ട് ശ്രമിക്കും, അതിൻ്റെ അടുത്ത ദിവസം നമ്മളങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത്തരത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മസിൽ ഗ്രോത്തിന് പകരമായിട്ട് മസിൽ ലോസ് ആണ് സംഭവിക്കുക. ഓക്കെ, ഇത് മിക്കവാറും ആൾക്കാർക്ക് ഒന്നും അറിയാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ഇത് അവർക്കൊട്ട് ആരും പറഞ്ഞു കൊടുക്കാറുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർ ആരുടെയും ചോദിക്കാറില്ല, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറോടൊക്കെ ചോദിക്കണം, ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ ചോദിക്കാറില്ല. അത് കണക്ക് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഇപ്പം ദിവസേന ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. 6 പാക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഡെയിലി കിടന്നിട്ട് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നവർ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പേര് എനിക്കറിയാം. ഓക്കെ, ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ ദിവസേന ഇങ്ങനെ നടന്ന് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. കാരണം ദിവസേന കിടന്ന് നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്താലൊന്നും നമുക്ക് 6 പാക്ക് ആപ്സ് ഒന്നും പെട്ടെന്ന് വിസിബിൾ ആക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഏത് മസിൽ ഗ്രൂപ്പിനാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽ ഗ്രൂപ്പിന് ഒരു റിക്കവറിക്ക് നമ്മൾ സമയം കൊടുക്കണം. അതിനാണ് നമ്മൾ പ്രോപ്പർ റെസ്റ്റ് വേണം എന്ന് പറയുന്നത്. ആ ഒരു മസിൽ ഗ്രൂപ്പിന് റിപ്പയർ ആവാൻ കുറഞ്ഞത്, ഇപ്പം വലിയ മസിൽ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ മസിൽ ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ മസിൽ ഗ്രൂപ്പാണ് ചെസ്റ്റിൻ്റേത്. അതുപോലെ തന്നെ ലെഗ് മസിൽ വലിയ മസിൽ ഗ്രൂപ്പാണ്, ബാക്ക് മസിൽ വലിയ മസിൽ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ മസിൽ ഗ്രൂപ്പുകൾക്കൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ നമ്മൾ 48 മണിക്കൂറെങ്കിലും നമ്മൾ അതിന് റിക്കവർ ആവാനായിട്ട് റെസ്റ്റിംഗ് ടൈം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബൈസെപ്സിനൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂറിന് ശേഷമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ വലിയ മസിൽ ഗ്രൂപ്പുകൾക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 48 മണിക്കൂർ നമ്മൾ അതിന് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ മാറ്റും. ഇപ്പോൾ ദിവസേന കിടന്ന് 100-150 പുഷപ്സൊക്കെ അടിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാല് സൂക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കാലിന് സൈസ് വേണമെന്ന് പറഞ്ഞ് ദിവസേന കിടന്ന് സ്ക്വാട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മസിൽ ബിൽഡിങ് നടക്കത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ള മസിലും കൂടെ ലോസായി തുടങ്ങും പതുക്കെ പതുക്കെ. അതുമാത്രമല്ല, നിങ്ങളുടെ മസിൽസിന് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ,
അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങൾ ചെസ്റ്റിന് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാം, അങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യാം. ചൊവ്വാഴ്ച നിങ്ങൾ ബൈസെപ്സ് ചെയ്യാം, അടുത്ത ദിവസം നിങ്ങൾക്ക് ട്രൈസെപ്സ് ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് ഷോൾഡർ ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം ബാക്ക് ചെയ്യാം, അതിൻ്റെ അടുത്ത ദിവസം ലെഗ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ മസിൽ ഗ്രൂപ്പിന് മാറി മാറി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മസിൽ ഗ്രൂപ്പിന് ഒരിക്കലും നിങ്ങൾ തുടർച്ചയായിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ആബ്സ് പോലുള്ള ഭാഗങ്ങളിൽ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ നടന്ന് ഇത്രത്തോളം വർക്കൗട്ട് ചെയ്താലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ടാണ്.